എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തേങ്ങാപ്പാലും തേനും ഫെയർ ആൻഡ് ലവ്ലിയും ചേർത്ത എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. ഈ സോപ്പ് തേച്ച് കുളിച്ചാൽ നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കമുണ്ടാകില്ലേ, അതേപോലുള്ള തിളക്കം നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ടുണ്ടാകും കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് സോപ്പ് ബേസ് എടുത്ത് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുത്ത് അതിലേക്ക് ലാവണ്ടറിൻ്റെ എസൻഷ്യൽ ഓയിലും ലേശം കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കളർ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ചേർക്കണേ. കളറ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ സോപ്പ് ലൈനി ഞാൻ ആദ്യം തന്നെ മോൾഡിനുള്ളിൽ സ്ത്രീ രൂപത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ. ആ സ്ത്രീ രൂപം ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത് ഒരു ഭംഗിയല്ലേ. ഇനി ഇതൊന്ന് സെറ്റാകട്ടെ. ഞാൻ ഇതൊക്കെയാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണേ. തേങ്ങ, പിന്നെ ഫെയർ ആൻഡ് ലവ്ലി, ഗ്ലിസറിൻ, പിന്നെ റോസ് വാട്ടർ, അടുത്തതായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, ലാവണ്ടറിൻ്റെ എസൻഷ്യൽ ഓയില്, പിന്നെ തേന്. ഞാൻ തേങ്ങ മിക്സിയിലടിച്ചിട്ടേ തേങ്ങാപ്പാലൊന്ന് എടുത്തിട്ട് വരട്ടെ. ഇത് തേങ്ങാപ്പാൽ ഇത്രയും കിട്ടിയിട്ടോ. ഇതിലേക്ക് എല്ലാ കൂട്ടുകളും നമുക്ക് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ ഒരു 1/2 സ്പൂണ്, പിന്നെ ഗ്ലിസറിൻ ഒരു 1/2 സ്പൂണ്, തേന് അതും ഒരു 1/2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ലാവണ്ടറിൻ്റെ എസൻഷ്യൽ ഓയിൽ ഒരു 1/2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫെയർ ആൻഡ് ലവ്ലി, അത് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചേരുവകളെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിലൊന്നും ഈ ചേരുവകളൊന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയണേ. ഇത്ര മതി. ഇനി 50 ഗ്രാം സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങാൻ ശ്രമിക്കണേ. ആക്കി കൊടുക്കണ്ട കേട്ടോ, അത് തനിയെ മെൽറ്റായിക്കോളും, അല്ലെങ്കിൽ പത വരും. ഞാൻ സോപ്പ് ബേസിൻ്റെ ഏകദേശം അത്ര തന്നെ കൂട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ കൂട്ടുകൾ എത്രത്തോളം സോപ്പ് ബേസിൽ ഒഴിച്ചു കൊടുക്കുന്നു അത്രത്തോളം സോപ്പ് നന്നാവും, ഗുണമുള്ളതായി മാറും. ഈ തേങ്ങാപ്പാലേ ഉരുക്ക് വെളിച്ചെണ്ണ ആകുന്നതിന് മുന്നേ പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. നമ്മുടെ മോൾഡിലെ ലക്ഷ്മിക്കുട്ടി ഉണ്ടല്ലോ, സെറ്റായിട്ടോ. ഇനി ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ വെളുത്ത നിറം മാറിയിട്ടില്ല കേട്ടോ. അത് മാറിയാലേ നമ്മുടെ വെളിച്ചെണ്ണയുടെ നിറമായി മാറും. നോക്കിയേ, 50 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് കൊണ്ട് നമ്മൾ 100 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കി. നമുക്ക് സെറ്റാവുമോ നോക്കാമല്ലോ അല്ലേ. കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിൽ 1/2 ഗ്രാം കൂട്ടുകളെ ചേർക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ 50 ഗ്രാം സോപ്പ് ബേസിൽ അത്ര തന്നെ കൂട്ടുകൾ ചേർത്തി. സോപ്പ് ബേസിൻ്റെ അത്ര തന്നെ കൂട്ടുകൾ ചേർക്കാൻ ശ്രമിക്കണേ, എങ്കിലേ സോപ്പിന് ഗുണമുണ്ടാവൂ. സോപ്പൊന്ന് സെറ്റാകട്ടെ. 1.5 മണിക്കൂർ കൊണ്ട് സെറ്റാവും. കുഞ്ഞുവിൻ്റെ 2-3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല. മാറടാ. ഷോ
രാമുവേ റിസ്ക് തിന്നുവാണോ? ഈ രാമുവിനെ റിസ്കോ ബ്രെഡോ കിട്ടിയ അവൻ ഹാപ്പി ആട്ടോ. സോപ്പ് സെറ്റായെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, അടിപൊളി. ലക്ഷ്മിക്കുട്ടിയൊക്കെ നല്ല ക്ലിയറായി വന്നിട്ടുണ്ടല്ലേ. ഫെയർ ആൻഡ് ലവ്ലിയുടെയും ലാവണ്ടറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും നല്ല മണം കേട്ടോ. ഈ ജ്യൂസ് ചേർത്തിട്ടുള്ള സോപ്പാണ് കേട്ടോ സ്കിന്നിന് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം. ഒരു 15 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കണം. നമ്മൾ എടുത്തു വയ്ക്കാൻ പാടില്ല. 15 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ ഒരു സോപ്പല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്തിനാ നമ്മൾ വെറുതെ നല്ല വില കൊടുത്ത് കടയിൽ നിന്ന് സോപ്പ് വാങ്ങി തേക്കണേ? ഇങ്ങനൊന്ന് വീട്ടിലുണ്ടാക്കിയാൽ മതിയല്ലോ. ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത്? എന്ത് സന്തോഷമല്ലേ നമ്മളുണ്ടാക്കിയ സോപ്പിൽ കുളിക്കുക. അതൊക്കെ ഒരു സന്തോഷമല്ലേ. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഒരു ദിവസം കഴിഞ്ഞുള്ള സോപ്പാണ് കേട്ടോ ഇത്. ഞാനൊന്ന് കൈ കഴുകി കാണിക്കാം. പതയുന്നുണ്ടോയെന്ന് നോക്കാമല്ലോ. നല്ല കട്ടിയായിട്ടോ സോപ്പ്. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുണ്ട്. ആഹാ, നോക്കിക്കേ, നല്ല പത. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഒരു പ്രത്യേക തിളക്കം കേട്ടോ കൈക്കൊക്കെ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ രാവിലെ 9:46 കേട്ടോ വീഡിയോ ഇടണേ. എല്ലാവരും ഫുള്ളായി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ശരി.